വേനാട് മഹാരാജാവായിരുന്ന വീരഉദയ മാർത്താണ്ഡവർമ്മയ്ക്ക് കുഷ്ഠരോഗം പിടിപെടുകയും നാഗരാജ ക്ഷേത്രത്തിലെ പ്രസാദം പുരട്ടിയ ശേഷം രോഗവിമുക്തനായെന്നും പറയപ്പെടുന്നു. കുഷ്ഠരോഗത്തിൽ നിന്ന് മുക്തി നേടിയതിന്റെ നന്ദി സൂചകമായാണ് മഹാരാജാവ് നാഗസന്നിധിക്ക് അടുത്തായി അനന്തകൃഷ്ണന് പ്രത്യേക സന്നിധി സ്ഥാപിച്ചത്. നാഗർക്ക് പാലഭിഷേകവും 100 പാലുമാണ് പ്രധാന വഴിപാട്. ഈ വഴിപാടിലൂടെ സർപ്പദോഷങ്ങളും മാറി മംഗല്യഭാഗ്യം കൈവരുമെന്നാണ് വിശ്വാസം. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ പല ത്വക്ക് രോഗങ്ങളും മാറുമെന്ന് അനുഭവസ്ഥർ പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ത്വക്ക് രോഗ നിവാരണിയായ ഓടവല്ലി എന്ന സസ്യം ശ്രീകോവിലിന് ചുറ്റും വളർത്തിയിരുന്നതായി പറയപ്പെടുന്നു. കുട്ടികളില്ലാത്ത നിരവധി ദമ്പതിമാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥനയ്ക്ക് ശേഷം ജനിക്കുന്ന മിക്ക കുട്ടികളും ആയില്യ നക്ഷത്രത്തിലാണ് ജനിക്കുന്നത്. കല്ലുകൊണ്ട് നാഗപ്രതിഷ്ഠാക്കി തന്ത്രിയെ കൊണ്ട് പൂജിച്ച് ക്ഷേത്രാങ്കണത്തിൽ പ്രതിഷ്ഠിച്ചാൽ സന്താനഭാഗ്യം സിദ്ധിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിന്